ഒരു കുട്ടനാടൻ പുൽക്കൂട് വെള്ളത്തിനുള്ളിലായാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ പേര് മിജോ കൈതപ്പറമ്പിൽ. ഞാൻ കുട്ടമംഗലം സെൻറ് ജോസഫ് പള്ളി ഇടവകയുടെ വികാരിയച്ഛനാണ്. ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയതിന് ശേഷം ഞാനും ഈ ഇടവകയിലെ യുവജനങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് ഒരു പദ്ധതിയായിരുന്നു ഈ പുൽക്കൂട് വെള്ളത്തിനടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. അതിനെ എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാമെന്നും കൂടെ ചിന്തിച്ച് തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ AI-യുടെ ഒരു സഹായം ഇതിനു വേണ്ടി തേടിയത്. അങ്ങനെ തേടിയപ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഒരു കൃത്യമായിട്ടുള്ളൊരു രേഖാചിത്രം, കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ യുവജനങ്ങളിൽ തന്നെ കുറച്ച് മുതിർന്ന ഒരാളുടെ ഒരു ഗൈഡൻസോടുകൂടി ഇതിനെ ഒരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരയ്ക്ക് വെക്കുന്ന ഒരു പുൽക്കൂടിനെ അപേക്ഷിച്ച് വെള്ളത്തിനുള്ളിൽ നമ്മളൊരു പുൽക്കൂട് സെറ്റ് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. അതിനെയൊക്കെ മറികടന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആശയം പ്രാവർത്തികമാക്കിയത്, അല്ലെ പ്രായോഗിക തലത്തേക്ക് എത്തിച്ചത്. അതായത് ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചില പോളി മാർബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രൂപങ്ങളാണ് നമ്മൾ വെള്ളത്തിനടിയിൽ വെക്കുകയും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന മറ്റ് ബിൽഡിങ്ങുകൾ അതെല്ലാം സിമെന്റ് ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാതെ താന്നു തന്നെ നിൽക്കുന്ന ഒരു പ്രായോഗികമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിനുള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു പുൽക്കൂട് ക്രമീകരിച്ചത് കൊണ്ട് തന്നെ അതിനൊരു സ്വാഭാവികത അല്ലെങ്കിൽ ഒരു നാച്ചുറാലിറ്റി തോന്നിപ്പിക്കാനായിട്ട് നമ്മൾ ഇതിനുള്ളിൽ കുറച്ച് മത്സ്യങ്ങളെ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. കുട്ടനാടൻ ജനതയുടെ അതിജീവനത്തിന്റെ ഒരു കഥയുടെ പുനരാവിഷ്കരണമായിട്ട് ഞങ്ങൾ ഇതിനെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവർക്കും മനോഹരമായിട്ടുള്ളൊരു ക്രിസ്മസ് ദിനത്തിന്റെ ഈശോയുടെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു.